വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. ഇന്ന് നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്. ഞാൻ ജബർദസ്തി പിടിച്ചിരുത്തിയിരിക്കുകയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഇന്നൊരു കോൺവെർസേഷൻ ക്ലാസ് ആണ്. മക്കളെ എല്ലാ ദിവസവും പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല അവർക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ഹസ്ബൻഡ് ലീവിലാണ്, അപ്പോൾ പുള്ളി ഇരുത്താന്ന് വിചാരിച്ച്. എല്ലാവർക്കും കേട്ട് കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ട് വരുന്ന ഒരു കോൺവെർസേഷനാണ് ഇന്ന്. നമ്മൾ പുക ഒരുപാട് കോൺവെർസേഷൻ ക്ലാസ്സുകളുണ്ട്, എല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവൻ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലോ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യങ്ങൾ വരുന്നത് അതിലൊക്കെ നമുക്ക് സംസാരിക്കാം. ഇന്ന് നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ കേരളം വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ അകത്ത് എവിടെയും നമുക്ക് കറങ്ങാം. അത് 100% ഷുവറാണ്. ഹിന്ദി എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയുക, ഇംഗ്ലീഷിനേക്കാളും യൂസ്ഫുൾ ആവുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇനി ഇന്ത്യയുടെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഹിന്ദി വെച്ച് നമുക്ക് അത്യാവശ്യം ഹിന്ദി അറിയാം. അപ്പം നമ്മളൊന്ന് ബാംഗ്ലൂർ ഒന്ന് പോയി എന്ന് വിചാരിക്കും. ബാംഗ്ലൂരിലെ ഭാഷ എല്ലാവർക്കും അറിയാം, കന്നഡയാണ് അല്ലേ. പക്ഷെ നമുക്ക് കന്നഡ അറിയില്ല, ഹിന്ദി അറിയാം. എന്നാൽ നമുക്ക് എന്താണ് അവിടെ ചെന്ന് സുഖമായിട്ട് കറങ്ങിയടിച്ച് പോരാ. കാരണം ഹിന്ദി അറിയാത്ത സ്ഥലങ്ങൾ വളരെ ചുരുക്കം. അപ്പോൾ കഥയൊന്നും പറയണില്ല. നമ്മളിപ്പോ ബാംഗ്ലൂര്, ഞാൻ ബസ് ഇറങ്ങി ബസ് സ്റ്റാൻഡിലാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ അവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നു. എനിക്ക് അവിടെ ചെന്ന് ബസ് ഇറങ്ങിയെന്നേ ഉള്ളൂ, അവിടുത്തെ ഒരു കാര്യങ്ങളും അറിയില്ല. അവിടെ ചെന്നപ്പോൾ കേരളത്തിലെ പോലെ എന്താ പറയാ, തിരുവനന്തപുരം, എറണാകുളം അങ്ങനെ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ കന്നഡയിലോ ഒന്നും അല്ല. അവിടെ എന്താ പറയുന്നത്, ബസ്സിന് കുറെ നമ്പറുകളാണ്. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ എനിക്കൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പൊ എനിക്ക് പോകേണ്ട സ്ഥലം ബാംഗ്ലൂര് ഹെബ്ബാലാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എക്സ്ക്യൂസ് മീ സർ. ഹാജി ബോലിയേ. ഹഞ്ചി ബോലിയേ, ഇതെന്താന്ന് മനസ്സിലായോ? ഹഞ്ചി ബോലിയേ എന്ന് പറഞ്ഞാൽ ഈ നോർത്ത് സൈഡിലൊക്കെ നമ്മൾ ഹിന്ദി ഫിലിമിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. മറ്റേ അമീർ ഖാനും ഷാരൂഖ് ഖാന്റെ ഒക്കെ സംസാരം ഹഞ്ചി ജി എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ഒരുപാട് റെസ്പെക്ട് കൊടുത്ത് മറ്റുള്ളവരോട് എന്താ പറയുക ബിഹേവ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ सर, मुझे हेब्बाल जाना है. हेब्बाल जाने वाली बस कहाँ मिलेगी? സർ, മുझे ഹെബ്ബാൽ ജാന ഹെ, എനിക്ക് ഹെബ്ബാലിൽ പോകണം. ഓക്കെ, ഹെബ്ബാൽ ജാനെ കെ ലിയെ ബസ്, ജാനെ വാലി ബസ് എന്ന് പറഞ്ഞാൽ ഹെബ്ബാലിലോട്ട് പോകുന്ന ബസ് കഹാ മിലേഗി, എവിടെയാ കിട്ടുക? മനസ്സിലായോ? അതാണ് ഇപ്പൊ ഞാൻ ചോദിച്ചത്. അപ്പൊ പുള്ളി എങ്ങനെയാ ആൻസർ ചെയ്യുന്നത്? हेब्बाल जाने वाली बस यहाँ नहीं आएगी. അച്ഛാ, हेब्बाल जाने वाली बस की नंबर 35M है. ഓ. वो उस तरफ आती है. ഹെബ്ബാൽ ജാനെ വാലി ബസ് ഇധർ നഹീ ആത്തി ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെബ്ബാലിലേക്ക് പോകുന്ന ബസ് ഇവിടെ വരില്ല. ഹെബ്ബാലിലേക്ക് പോകുന്ന ബസ്, ഹെബ്ബാൽ ജാനേക്ക ബസ് കാ നമ്പർ 35M. നമ്പർ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ 65M എന്തായിരുന്നു തോന്നുന്നു, ഏതെങ്കിലും ഒരു നമ്പർ. ഓക്കെ, 35M എന്നാണ് പറഞ്ഞത്. 35M ഹെ. വോ ഉസ് തറഫ് ആയേഗി. ഉസ് തറഫ് എന്ന് പറഞ്ഞാൽ അവിടെ, മനസ്സിലായോ? ഉദർ എന്നൊക്കെ പറയാം, പക്ഷെ കൂടി പൊളൈറ്റ് ആയിട്ട് പറയുമ്പോഴാണ് वो उस तरफ आएंगे. ओके, इनी सर यहाँ से हेब्बाल जाने के लिए कितना देर लगता है? अगर ट्रैफिक नहीं है तो आधा घंटे में पहुंच जाएगा. अच्छा सर, यहाँ से हेब्बाल जाने के लिए कितना देर लगता है എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും ഇവിടുന്ന് ഹെബ്ബാലിലേക്ക് പോവാനായിട്ട്? ഓക്കെ, अगर ट्रैफिक नहीं है तो आधा घंटे में पहुंच जाएगा. आधा घंटे में पहुंच जाएगा എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറോട്. അഗർ ട്രാഫിക് നെഹി ഹേത്തു, ഇല്ലെങ്കിൽ ട്രാഫിക് ഇല്ലെങ്കിൽ ആധാ ഘണ്ടമേ അരമണിക്കൂർ കൊണ്ട് പहुंचाएगा. പहुंचाएगा എന്നുള്ള വേർഡ് നിങ്ങൾ എഴുതി വെച്ചോളൂ, എത്തിച്ചേരും. ഓക്കെ, ശരി സർ. यहाँ का मेन मार्केट कौन सा है? यहाँ का मेन मार्केट चिकपेट है. वहाँ पर सारे होलसेल दुकान है. ഓഹോ, यहाँ का मेन मार्केट कौन सा है എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ മാർക്കറ്റ് ഏതാണ്? നമ്മളിപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനങ്ങൾ മേടിക്കാൻ പോകുക അല്ലേ. അപ്പോൾ യാക മെയിൻ മാർക്കറ്റ് ചിക്പേട്ട് എന്ന ആ മാർക്കറ്റിന്റെ പേരാണ് കേട്ടോ, ബാംഗ്ലൂര്. ഓക്കെ, വഹാപ്പർ സാരെ ഹോൾസെയിൽ ദുക്കാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിൽ ദുക്കാനുകളാണ് അവിടെ കൂടുതലും. ഓക്കെ, അവിടെയെല്ലാം ഹോൾസെയിൽ ദുക്കാനുകളാണ് എന്ന് വെച്ചാൽ കടകളാണ്. ഓക്കെ, यहाँ से वहां जाने के लिए बस मिलती है क्या? बस में जाने की जरूरत नहीं है. अच्छा, यहाँ से पैदल जा सकता है, नहीं है तो एक ऑटो में जा सकता है. ഓക്കെ, यहाँ से वहां जाने के लिए बस मिलता है क्या എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അവിടേക്ക് പോകാനായിട്ട്, ചിക്പേട്ട് മാർക്കറ്റിലോട്ട് പോകാനായിട്ട്
ബസ് കിട്ടുമെന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താ പറഞ്ഞ ബസ്സിന് ജാനക്ക് ജറൂരത്ത് നെയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ പോകേണ്ട ജറൂരത്ത് എന്നുള്ള അത്യാവശ്യം. ഓക്കെ, അവരുടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ജറൂരത്ത് നെയ്യ്. ഓക്കെ, അപ്പോൾ പൈതൽ ജാസക്ത്. പൈതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടന്നുകൊണ്ട് പോവാം. നടന്നു പോകാനുള്ള ദൂരങ്ങളൊന്നും പറയില്ലേ, അതാണ്. അപ്പോൾ പൈതൽ ജാസക്ത നെയ്യത്തും ഓട്ടോമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടോയിൽ പോവാൻ പറ്റും. മനസ്സിലായോ സർ? और एक बात पूछना था. बताइए. इधर नजदीक में कोई केरला होटल नहीं क्या है ना സർ? और एक बात पूछना था എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അപ്പോൾ സർ എന്താ പറഞ്ഞ ബത്തായിയേ ബത്തായിയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞോളൂ, മനസ്സിലായി, ചോദിച്ചോളൂ. ഓക്കെ, എന്താ ഞാൻ ചോദിച്ചേ? ഇത് കൊയ് കൊയ് കേരള ഹോട്ടൽ ഹേക്കിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നസ്തിക്കുമേ. നസ്തിക്കുമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത്. ഓക്കെ, നസ്തിക് എന്ന് പറഞ്ഞാൽ അടുത്ത്. കൊയ് ഏതെങ്കിലും കേരള ഹോട്ടൽ. നമ്മൾ എവിടെ പോയാലും ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ, നമ്മുടെ മലയാളം ഭക്ഷണം കിട്ടുമെന്നുള്ളത്. കേരള ഹോട്ടൽ ഹേക്കിയാ ഉണ്ടോ? ഓക്കെ. हाँ है ना. अच्छा. आपको वो ब्रिज दिख रहा है? ओ हो. हाँ, वो चढ़कर थोड़ा सा आगे जाएगा तो दाहिने साइड में एक गली मिलेगी. अच्छा. हाँ, वहीं पे केरला होटल है. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്കോ ഹേന ഉണ്ട് എവിടെ? ആപ്കോ വോ ദിക്കറേന കാണുന്നില്ലേ എന്നാ ചോദിക്കുന്നത്. വോ ബ്രിഡ്ജ്, വോ ചടുക്കർ. ചടുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറിപ്പോയി, മനസ്സിലായി, നമ്മൾ സ്റ്റെപ്പ് കയറുന്നതിനോ ചടുക്കർ. തൊട സീതെ ജായകാത്തോ, തൊട സീതെ ജായകാത്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് പോയാൽ ദൈനേ സൈഡുമേ. ദൈനേ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ. ഓക്കെ, ഏക്ക് ഗളി മില്ലേ. ഗളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറിയ ചെറിയ റോഡുകളുണ്ടല്ലോ, റോഡിനെയാണ് ഗളി എന്ന് പറയുന്നത് കേട്ടോ, ക്രോസ് റോഡുകൾ. वहाँ पर केरला होटल है. ആ ഗളിയിൽ കേരള ഹോട്ടലുണ്ട്. ഓക്കെ, താങ്ക് യു സർ. आपको भी? आप कहाँ से हैं? मैं केरला से हूँ सर. बातों से पता चल रहा है आप केरला के. अच्छा, वो सब लोग ऐसे बता रहे सर, क्या है? नहीं, केरला वालों का जो बात करने का तरीका है ना, अच्छा. समझ में आता है वो कहाँ का है. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു, വെൽക്കം. അബി സോറി, ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞെന്നറിയാം, നമ്മൾ ധന്യവാദം എന്നൊന്നും പറയില്ല, താങ്ക്സ് എന്നേ പറയുള്ളൂ. ഹിന്ദി ആയതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ, ധന്യവാദം അല്ലെങ്കിൽ ശുക്രിയ എന്നൊക്കെ കേട്ടോ. താങ്ക്സ് പറഞ്ഞു. ഇത് പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഹാസേ ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ചോദിച്ചത് താങ്കൾ എവിടുന്നാണ്? മേ കേരള സേ ഹൂം. ഓക്കെ, ഞാൻ കേരളത്തിൽ നിന്നുമാണ്. അപ്പൊ പുള്ളി എന്താ പറഞ്ഞേ? ബാത്തോസെ പത്താച്ചല അല്ലെ, സാക്കിനെ മനസ്സിലായി എന്ന് പറഞ്ഞു വെച്ചാൽ അതെല്ലാവരും പറയുന്നത്. നമ്മൾ കേരളക്കാര് ഹിന്ദി പറയുമ്പോൾ എന്തോ സ്പെഷ്യൽ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നതാണ്. എനിക്കൊരുപാട് അനുഭവമാണ്, അതുകൊണ്ടാണ് ഈ സെന്റൻസ് ആഡ് ചെയ്തത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ചോദിക്കുന്നത് നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലത്തിലോട്ടുള്ള വഴിയാണ് അല്ലെ. നമുക്ക് പോവേണ്ട അഡ്രസ്സിലേക്കുള്ള വഴിയാണ് നമ്മൾ ആദ്യം ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ അതിവിടെ ചോദിച്ചു, നമ്മൾ ഹെബ്ബാലിലേക്ക് പോകേണ്ട ബസ് എവിടുന്ന കിട്ടുക, നമ്മൾ അതിൽ കയറി പോകും. പിന്നെ നമ്മൾ എന്താ ചോദിക്കുന്നത്? മാർക്കറ്റാണ്. നമുക്ക് എന്തായാലും ഒരു പർച്ചേസ് ഉണ്ടാവും അല്ലെ, ആ പർച്ചേസിങ്ങിന് പോകാനുള്ള സ്ഥലമാണ് നമ്മൾ ചോദിച്ചിരിക്കുക. പിന്നെ നമ്മൾ എന്താ ചോദിച്ചു ചോദിക്കുന്നത്? നമ്മുടെ മെയിൻ മലയാളി ഫുഡ് അത് എവിടെയെങ്കിലും കിട്ടുമെന്നായിരിക്കും നമ്മൾ അന്വേഷിച്ച് വയ്ക്കുക. ഓക്കെ, ഈ 3 കാര്യങ്ങളുമാണ്. ഞാൻ ഒരുപാട് വലുതായി പോകുമല്ലോ, അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സെന്റൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് അത് ഞാൻ പറയാൻ മറക്കില്ല. ഓക്കെ, എന്നാൽ ബൈ ബൈ.